സുരാണാം ദാനവാനാം നിരുപമപ്രതനാം ഭാരഹിന്നാം ധരിത്രേ ഓരോ ലീലാവതാരെ അഴകിനൊടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരേ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധം. പുരുഷാർത്ഥത്തെ സാധിപ്പാനായിക്കൊണ്ട് സത്യഭാമ പ്രാണവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ ശ്രീമദ് പാദാരവിന്ദങ്ങളെ ഹൃദയ കമല കർണിക മധ്യത്തിങ്കെല്ലാം മാറുവെച്ച് നിശ്ചല ഭക്തി പുരസ്സരം ആകുമണം ഉപാസിച്ചു കൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്നിരുന്ന സമയത്തിങ്കൽ തൽസേവാ മാർഗങ്ങളും പല പ്രകാരമുണ്ട്. ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നുള്ളതിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ പ്രാപിപ്പാൻ കഥാപ്രസംഗത്തോളം നന്നല്ലതേ മറ്റൊന്നും. ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗാൽ എങ്കിലോ പണ്ട് സകല ലോകൈക നായകനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായിരിക്കുന്ന ഭക്തന്മാര് ദുര്യോധനാദികളുടെ കപട ദേവനത്തിങ്കൽ പരാജിതന്മാരായി വനവാസത്തിന് പുറപ്പെട്ട സമയത്തിങ്കൽ ധർമ്മപുത്ര മഹാരാജാവ് ആദിത്യ ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിച്ച് അക്ഷയപാത്രത്തെ സ്വീകരിച്ച് സുഖമാകും വണ്ണം അധിവസിക്കുന്ന സമയത്തിങ്കൽ ഒരു മഹാരാജാവായിരിക്കുന്ന ദുര്യോധന്റെ അവസ്ഥ എന്തായി എന്നാണെങ്കിൽ കൗന്ദേയാൻ അവബുദ്ധ്യ സിദ്ധ്യദശനോപായാൻ ഗുരുണാം പതി ശ്രീ ദുർവാസ സമേകഥാ കുടിലധി ആമന്ത്രനാകാഹ്വേ ശിഷ്യാണാമയുതേന സാർത്ഥം അധിക പ്രാചൈസ്സഭോജ്യാദിഭി പൂജ്യം തം സമഭീഭവത് സ ച മുനി തുഷ്ടോ വരം പൃഷ്ടവാൻ.